കയ്യുമില്ല, ഒരു കാലിനും പ്രശ്നമുണ്ട്. അതുകൊണ്ട് എനിക്ക് അങ്ങനെയൊക്കെ പ്രശ്നം കഴിച്ച് എനിക്കിപ്പോൾ സുഖമായിട്ട് നീന്താൻ പറ്റുന്നുണ്ട്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എനിക്ക് നീന്താൻ കഴിയണമെങ്കിൽ തന്റെ ശാരീരിക പ്രശ്നങ്ങളെ അതിജീവിച്ച് ആത്മവിശ്വാസവും ആത്മധൈര്യവും കൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ സെലിബ്രിറ്റികളിൽ ഒരാളായി മാറിയ നമ്മുടെ പ്രിയപ്പെട്ട അസീം. നമ്മുടെ ക്ഷണം സ്വീകരിക്കുകയും ഇവിടെ എത്തിച്ചേരുകയും ചെയ്യുന്ന ബാബു സുൽത്താനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ഹായ്, എല്ലാ സുഹൃത്തുക്കൾക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. തണൽ പ്രവാസി ഫൗണ്ടേഷൻ്റെ ഈ ഒരു ഉദ്ഘാടന പ്രോഗ്രാമിലേക്ക് എന്നെയും ക്ഷണിച്ച എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സജീമയ്ക്ക് സ്നേഹം അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹം അറിയിക്കുകയാണ്. നമ്മുടെ ഇന്ത്യക്ക് തന്നെ അഭിമാനമായ വേൾഡ് റെക്കോർഡർ അസീം വെള്ളിമണ്ണ, ആശ്രയ സഞ്ചാരത്തിൻ്റെ നമ്മുടെ പ്രിയപ്പെട്ട ചെയർമാൻ ജോസ് കലേപുരം ജോസാറിനും, അതുപോലെ തന്നെ എന്നോടൊപ്പം ഈ പരിപാടിയിൽ പങ്കെടുത്ത വിശിഷ്ട വ്യക്തികളായ മോഹൻ, നവദീപം, മനു മാധവൻ, മാധവൻ ചാരിറ്റി, കവി സജീവ് നെടുമങ്കാവ്, സുരേഷ് സിദ്ധാർത്ഥ, സുനീർ ബഹാവ്, ഇബ്രഹാം കുട്ടി, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും ജീവാലിന്യ പ്രവർത്തകനായ എൻ കെ ശ്രീകുമാർ, ഷെഫീഖ് ബഹാവ്, മറ്റു തുടങ്ങിയ വിശിഷ്ട വ്യക്തികൾക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹം അറിയിക്കുകയാണ്. നമ്മുടെ പരിപാടിയിൽ മുഖ്യ അതിഥിയായിട്ടെത്തിയ നമ്മുടെ പ്രിയപ്പെട്ട അസീം വെള്ളിമണ്ണ. ഹായ് അസീമേ, നമസ്കാരം. അസീമിനെ എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ ഇന്ത്യക്ക് തന്നെ അഭിമാനകരമായ ഒരു വ്യക്തിയാണ് അസീം. അസീമിനോടൊപ്പമുള്ള ഈ നിമിഷം ഒരുപാട് സന്തോഷമുള്ളതാണ്. തൻ്റെ ശാരീരിക പ്രശ്നങ്ങളെ അതിജീവിച്ച് ആത്മവിശ്വാസവും ആത്മധൈര്യവും കൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ സെലിബ്രിറ്റികളിൽ ഒരാളായി മാറിയ നമ്മുടെ പ്രിയപ്പെട്ട അസീം. അസീമിൻ്റെ കൈകളുടെ പ്രശ്നവും കാലിൻ്റെ പ്രശ്നവുമെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ഏറ്റവും വലിയ ആഴമുള്ള നിലമില്ലാ കയമായ പെരിയാറിൻ്റെ ഒരു കരയിൽ നിന്നും മറുകരയിലേക്ക് അസീം നീന്തിയെത്തി ലോക റെക്കോർഡ് നേടിയിരിക്കുകയാണ്. പുഴ നീന്തിക്കിടക്കാൻ പോകാൻ കാരണം എൻ്റെ ഗുരുവായിട്ടുള്ള സജീവ ആശീസാണ്. ഞങ്ങൾക്ക് കയ്യുമില്ല, ഒരു കാലിനും പ്രശ്നമുണ്ട്. അതുകൊണ്ട് എനിക്ക് അങ്ങനെയൊക്കെ പ്രശ്നം കഴിച്ച് എനിക്കിപ്പോൾ സുഖമായിട്ട് നീന്താൻ പറ്റുന്നുണ്ട്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എനിക്ക് നീന്താൻ കഴിയണമെങ്കിൽ നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും എത്ര മനോഹരമായിട്ട് നീന്താൻ കഴിയും എന്ന ഒരു ചിന്ത, പോസിറ്റീവായിട്ടുള്ള ചിന്ത നിങ്ങൾ എടുത്താൽ നിങ്ങൾക്ക് സുഖമായിട്ട് നീന്താൻ കഴിയും.